ഇപ്പോൾ ആലപ്പുഴ CPM ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് തത്സമയം. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ കോൺഗ്രസ്സുകാരെ പ്രേരിപ്പിക്കാൻ വേണ്ടി അവരുടെ UDFൻ്റെ വോട്ട് 10 കിട്ടണമെങ്കിൽ ഇങ്ങനെ പാർട്ടിയെയും പാർട്ടി നേതൃത്വത്തെയും എല്ലാം തള്ളി പറഞ്ഞ് മോശപ്പെടുത്തിയാലേ കിട്ടുള്ളൂ എന്ന് വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അങ്ങേര് പറയുന്ന ഒന്നും വസ്തുതാപരമായ കാര്യങ്ങളല്ല, ഒന്നും സത്യസന്ധമായ കാര്യങ്ങളല്ല, എല്ലാം പച്ചക്കള്ളത്തരം വിളിച്ചു പറയുകയാണ്. പച്ചക്കള്ളത്തരം അയാളെല്ലാം ഇങ്ങനെ സൃഷ്ടിച്ചാണ്, ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് ഇരിക്കുകയല്ലേ. ഞങ്ങൾ ഈ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. ഞങ്ങൾക്കറിയാൻ പറ്റില്ല എന്താണ് ഈ പാർട്ടി നടന്നാൽ ഇതൊക്കെ അറിയാമല്ലോ, അറിയാവുന്നവരല്ലേ ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പുകമറ സൃഷ്ടിക്കുകയാണ്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നവരെ തർക്കമില്ല. ഇപ്പം പ്രശ്നം എന്താ, ഇയാളുടെ ഈ പോക്കും ഇയാളുടെ ഈ അഭിപ്രായ പ്രകടനങ്ങളും ഇയാളുടെ പ്രസംഗവും നല്ല രൂപത്തിൽ അമ്പലപ്പുഴയിലെ ജനങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അമ്പലപ്പുഴയിലെ ജനങ്ങൾ നോക്കി നിൽക്കുകയല്ലേ. ഈ തെടുപ്പ് ചുട്ട മറുപടി അമ്പലപ്പുഴയിലെ ജനങ്ങൾ കൊടുക്കും അദ്ദേഹത്തിന്. അതാണിപ്പോൾ ആദ്യം സംഭവിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുശേഷം. ഇതാണ് പറയാനുള്ളത്. അതൊക്കെ നിയമസാധ്യതകൾ നമ്മൾ ആലോചിച്ചിട്ട് പോയി. അതല്ലല്ലേ അത് അതല്ല പ്രശ്നം, അതൊന്നുമല്ല പ്രശ്നം. അതിന് ജനങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു. ആർക്കെതിരായിട്ട് പറയും, എല്ലാവർക്കും എതിരായിട്ട് പറയും. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. അദ്ദേഹം ഈ പാർട്ടിയിലുണ്ടായിരുന്ന കാലം മുതലെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം, ആ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിക്കും. സ്വന്തം കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അവരെല്ലാം വലിച്ചെറിയും. ഈ പണിയാണ് അദ്ദേഹം ഇത്രയും നാൾ പാർട്ടിയിൽ നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് നയക്കൊരു മടിയില്ല. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. സ്വന്തം കാര്യം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പാർട്ടി സംഘടന സംവിധാനത്തെ അദ്ദേഹം സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സ്വന്തം താല്പര്യത്തിന് വേണ്ടി. അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് പറയാനാ? ഇടതുപക്ഷം ഈ കേരളത്തിലാകെ വികസനം നടക്കല്ലേ. UDFൻ്റെ പ്രതിനിധികൾ ഉള്ള നിയോജകമണ്ഡലത്തിൽ പോലും വലിയ പ്രശ്നമല്ല നടക്കുന്നത്. ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒരു UDFൻ്റെ പ്രതിനിധിയല്ലേ രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്ന മണ്ഡലത്തിൽ വികസനം നടക്കുന്നില്ലേ? കേരളമാകെ വികസിക്കുകയാണെന്ന്. കേരളത്തിലാകെയല്ലേ മാറ്റം വന്നിട്ടുള്ളത്? എവിടെയെങ്കിലും ഏതെങ്കിലും പ്രദേശത്തെ വികസനം എത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ നേട്ടതാണ്. അല്ലാണ്ട് UDF പിന്നെ ജയിച്ച നിയോജകമണ്ഡലത്തിൽ വികസനം നടക്കണ്ട. അങ്ങനെയാണ്. അങ്ങനെ വന്നാൽ കേരളം എങ്ങനെ വികസിക്കുന്നത്? കേരളം മൊത്തത്തിൽ വികസിക്കുന്നതിന് വേണ്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വികസനം എത്താത്ത ഒരു സ്ഥലവും ഇല്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇങ്ങനൊരു ബദൽ നയം രൂപീകരിക്കുകയും കിഫ്ബി പോലുള്ള പദ്ധതികൾ കണ്ടെത്തുകയും അതുവഴി കോടിക്കണക്കിന് രൂപ സംഭവിച്ചെടുക്കുകയും അതെല്ലാം ഒരു അഴിമതിയുമില്ലാതെ സുതാര്യമായി വിനിയോഗിക്കുകയും ചെയ്യുന്ന ഭാഗമായിട്ടാണ് ഈ കേരളത്തിൽ കാണുന്ന ഈ വികസനം മുഴുവൻ വന്നിട്ടുള്ളത്. ആ വികസനം അമ്പലപ്പുഴയിലും വന്നിട്ടുണ്ട്, ആലപ്പുഴ ജില്ലയിലെല്ലാം വന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്രെഡിറ്റ് അല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നത്. അത് പിന്നെ അവിടെ മാത്രം ക്രെഡിറ്റ് ആകുന്നു. അതിലൊരു പ്രതിനിധിയായിരുന്നപ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ് അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ പ്രതിനിധി അല്ലാതാകുമ്പോൾ ആ ക്രെഡിറ്റ് പോയില്ലേ? അതോടെ ആ ഇടപാട് പോയില്ലേ? G. സുധാകരനുള്ള മറുപടിയാണ് R. നാസർ